അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രാഗൺ ഫയർ എന്ന് പറയുന്ന ഒരു പുതിയ ഫ്രീ ആഡോണിനെ കുറിച്ച് പറയാനാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്കിഡിലൊരു ആഡോണാണ്. നമുക്ക് ഡ്രാഗൺസിനെയൊക്കെ കൊണ്ടുവന്ന് വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യണം, ഫൈറ്റ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ കിഡിലൊരു ആഡോണാണ്. അതും ഫ്രീ വെർഷനായിട്ട് മാർക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യുക, നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു എഗ്ഗും കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതിലിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു ഡ്രാഗൺ നടന്നു പോകുന്നത്. ഇതൊരു കോമൺ ടൈപ്പ് ഡ്രാഗണാണ്. ഇതുപോലെ പല ടൈപ്പ് ഡ്രാഗൺസിൻ്റെ അത് ഏകദേശം ഒരു 8 ടൈപ്പുള്ള ഡ്രാഗൺസ് ഇതിൻ്റെതുണ്ട്. ഇത് ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് കയ്യിലുണ്ടാവും. ഇതിപ്പം സ്പോൺ ആകുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ്. ബാക്കിയുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതെങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഏരിയകൾ കാണാൻ പറ്റും. ഇതിപ്പം ഓരോ ഡ്രാഗണിനും ഓരോ വെറൈറ്റി സ്ഥലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇതിപ്പം ഇവിടുത്തെ ഒരു വെറൈറ്റി ഡ്രാഗണിൻ്റെയാണ്. അതിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഒരു ആടിൻ്റെ സൗണ്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഹേബയിലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ എഗ്ഗ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അനിമേറ്റഡ് ആയിട്ട് അത് വിരിഞ്ഞു വരും. അപ്പോഴത്തേനെ താഴെ അതിനെ ടൈം ചെയ്യാൻ ഓരോന്നാണ്. ഇതിനിപ്പോൾ വീറ്റാണ് ടൈം ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്കതിന് വീറ്റ് കൊടുത്തു പോകാം. ഓക്കെ, വെയിറ്റ് കൊടുക്കുമ്പം ഇതേപോലെ ആദ്യം ഒന്ന് ടൈം ആവും, എന്നിട്ടത് വലുതാവാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ കൊടുത്ത് ഓക്കെ, ഇനി ഒരെണ്ണോട് കൊടുക്കുമ്പോഴത്തേക്ക് അത് വലുതാവാൻ തോന്നുന്നു. അത്യാവശ്യം ഹൈ ഓക്കെ, ഇത് ഇപ്പോൾ ഒരു അഡൽട്ട് സൈസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ആടിൻ്റെ ഇതുപോലത്തെ സൗണ്ടുമാണ്. അതുപോലെ തന്നെ ആടിൻ്റെ പോലത്തെ കൊമ്പും ഇതൊക്കെ ആയിട്ട് കിട്ടില്ല. ഒരു കമ്പിളിയാട് കമ്പിളി പതപ്പൊക്കെ വെച്ചാണ് കത്തുള്ള ഒരു ശരീരമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് കണ്ടിലേക്ക് കൂട്ടാൻ, ഇത് അറ്റാക്ക് കൂട്ടാൻ, അടുത്തത് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ, അങ്ങനെയുള്ള 3 ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് തന്നെ നമുക്കുള്ളത്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതൊക്കെ നമുക്ക് നോക്കാം. സാഡിൽ വെച്ചിട്ടാണ് ഇതിനെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. നേരെ വരിക, അതിന് താഴേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ, അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ സാധനം നമ്മൾ ബാക്കിയുള്ള ഹോഴ്സിനെയൊക്കെ റൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇൻവെൻറ്ററി തുറന്നിട്ട് ഈ സാഡിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് പറക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി. ഇതേപോലെ ഇൻവെൻറ്ററി വർക്ക് ഇതുപോലെ വരും. ഇനി നമുക്ക് പറന്ന് നോക്കാം. അറ്റാക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിനാണ് നമുക്ക് മറ്റേ ഫ്രൂട്ട്സൊക്കെ ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റാക്ക് പവറും സ്പീഡൊക്കെ നമുക്ക് ബാക്കി എബിലിറ്റീസൊക്കെ നമുക്ക് കൂട്ടി വെച്ചിട്ട് നമുക്കത് നല്ല ഒരു ഫൈറ്റിങ്ങിനൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നമുക്കൊരു വേൾഡ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഡ്രാഗൺസിനെ കൊണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആടിനെ നമുക്ക് ഒറ്റ അടിക്ക് കൊല്ലാൻ പറ്റുമോ നോക്കാം. യെസ്, നമുക്ക് ഒറ്റയടിക്ക് തന്നെ കൊല്ലാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നമ്മളാകെ അതിൻ്റെ ലെവല് ഫൈറ്റിംഗ് എബിലിറ്റി ഒരു ലെവൽ മാത്രമേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. എന്നിട്ടും ഇത്ര നല്ല അത്യാവശ്യം ഡാമേജ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നോർമലി നിൽക്കുമ്പം കുഴപ്പമില്ല. പക്ഷേ ഇതിന് ഇപ്പം നമ്മൾ എടുത്തതല്ലേ ഒരു കുറേ ഹേബയിലൊക്കെ നിന്ന് തരുന്നത്, അതിന് നെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതുപോലെ 8 വെറൈറ്റി ഓഫ് ഡ്രാഗൺസ് ഉണ്ട്. അപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ എബിലിറ്റി അനുസരിച്ച് പല ടൈപ്പ് നെസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിനി വരും വീഡിയോ കണ്ടിന്യൂ ആകുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി. ഇത് കുറച്ചുകൂടി കോമൺ ടൈപ്പായിട്ടുള്ള ഡ്രാഗണാണ് ഇത്. പിന്നെ നമുക്ക് സ്പോണായിപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ആഡോണിൻ്റെ വക നമുക്കൊരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് വരും വഴി നമുക്ക് സ്പോൺ ചെയ്ത് നോക്കാം. ഓരോ ഡ്രാഗനെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഓരോ ഡ്രാഗനെ ടൈം ചെയ്യാൻ പല ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്. ഓക്കെ, അതുപോലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, അവിടെ 2 ടൈപ്പ് ആൾക്കാരെ നിൽക്കുന്നുണ്ട്. അവരാരൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഇത് ലാൻഡ് ചെയ്യിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, നമ്മൾ മൗസ് ആണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്.
ഓക്കെ, ഇതാണ് നമ്മൾ വാണ്ടഡ് ട്രേഡർ കണക്ക് തന്നെ ഉള്ള ഒരാളാണിത്. ഇതേപോലെ ഈ ഡ്രാഗൻ്റെ മുട്ടകളൊക്കെ വിൽക്കാനും പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ലീഡ് മറ്റേ റൈഡ് ചെയ്യാനുള്ള സാധനങ്ങൾ അതൊക്കെ വിൽക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഈ ഷിയർ ഇതേപോലെ നമുക്ക് റേറ്റ് നല്ല കുറവാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ മേടിക്കാം. നമുക്ക് 12 വീറ്റ് സീഡ് കൊടുത്താൽ നമുക്കൊരു ഡ്രാഗൺ കിട്ടും. ആ ഒരു ഡ്രാഗനാണ് പുള്ളി കൊണ്ട് നടക്കുന്ന ഡ്രാഗൺ. ഇതാണ് അടുത്ത ഒരു ട്രേഡർ വരുന്നത്. നമുക്ക് ഉള്ള നേരത്തെ കിട്ടിയ ഫ്രൂട്ട്സ് നമ്മൾ മേടിക്കേണ്ടത് ഇയാളിൽ നിന്നാണ്. പുള്ളിയിലേക്ക് നമുക്ക് ഓരോ എമറാൾഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഓരോ ടൈപ്പ് ഫ്രൂട്ട്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ സാഡിലും ലീഡൊക്കെ നമുക്ക് പുള്ളിയിൽ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് എത്രത്തോളം ലെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ എൻ്റെ ഹെൽത്ത് കൂടുന്നുണ്ട്. 4, 5, 6, 7. ഓക്കെ, അപ്പം മാക്സ് ലെവൽ 10 അടുത്ത എൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടുകയാണ്. ഓക്കെ, സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്, മാക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്കൊന്ന് പറന്ന് നോക്കാം. ഇത് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലുണ്ടെന്ന് അറിയത്തില്ല. നമുക്കിത് കളിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ആ ഒരു മാക്സ് ലെവൽ ആകുമ്പോഴത്തേക്കുള്ള സ്പീഡ് ഡിഫറൻസ് നല്ലോണം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ടേണിങ്ങും ഇതിലൊക്കെ പെട്ടെന്ന് കുറച്ചുകൂടി സ്പീഡൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതേപോലെ ഇരുത്താൻ ചെയ്യാം. പിന്നെ ഷിയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓരോ എന്താ പറയുക, ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് അതിൻ്റെ സ്കെയിൽസ് നമുക്ക് ഇളക്കിയെടുക്കാം. സ്കെയിൽസ് കണക്ക് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് താഴെ നോക്കി അറിയാൻ പറ്റും. ലൂസ് സ്കെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് ഓരോ ഡ്രാഗൺസും കുറച്ച് ടൈം കഴിയുമ്പോൾ അതിൻ്റെ സ്കിൻസ് ലൂസായി വരും. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ സ്കെയിൽസ് കിട്ടും. പല ഡ്രാഗനും പല ടൈപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ അടുത്ത വെറൈറ്റിയാണ്. ഇതുപോലെ ഉയർന്ന സ്ഥലങ്ങളിലാണ് ഇതിനെ കാണുന്നത്. ഇതേപോലെ വരും. ഇതിനെ നമുക്ക് ഇതേപോലെ മട്ടായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. ഓക്കെ, അതിനെ ടൈം ചെയ്യുക. ഇതിൻ്റെ അകത്ത് എൽഡറിനെ നമുക്ക് വരപ്പോഴത്തേക്ക് സാധാരണ ഒരു നെസ്റ്റിൽ 2 എൽഡറും ഒരു മുട്ടയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ടൈം എടുക്കാൻ വേണ്ടി മുട്ട എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സൂക്ഷിക്കുക. നമ്മൾ സർവൈവലിലാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അറ്റാക്ക് ചെയ്ത് ഒറ്റ അറ്റാക്ക് തന്നെ നമ്മൾ ആകും. അപ്പം ഇത് നമുക്ക് അടുത്ത വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി കറക്റ്റ് എൻ്റെ നെസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ചുകൂടി ഒരു ഐസ് വേരിയൻ്റ് ആണ്. അപ്പം മിക്കവാറും പ്രൊജക്റ്റ് ചെയ്യുന്നത് ഐസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ മുട്ട വരുന്നത്. ഓക്കെ, അത് വിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് സാൽമനാണ് എൻ്റെ ഫുഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കൊടുത്തിട്ട് നമുക്ക് തന്നെ വളർത്തണം. ഓക്കെ, അത് വളർന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. കുറച്ചുകൂടി ആദ്യം നമുക്ക് കണ്ടതിനെ കാട്ടി കുറച്ചുകൂടി ഭയാനകമായിട്ടുള്ളൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം ഡ്രാഗൺസ് എല്ലാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ 2 അഡൽസിനെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ട് നമുക്ക് മേറ്റ് ചെയ്യിച്ച് ക്രോസ് ചെയ്യിച്ചിട്ട് നമുക്ക് മുട്ട നമുക്ക് കിട്ടും. ഒരു മിനിറ്റ്. ഇതേപോലെ നമുക്ക് മുട്ട കിട്ടും. ഇതിന് വെള്ളത്തിൽ ഡ്രൗൺ ആവാൻ ഈ ഡ്രാഗൺസ് വെള്ളത്തിൽ ഡ്രൗൺ ആവും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അപ്പം അതിൻ്റെ ഫയർ വരുന്നത്. ഒരു സ്നോ കണക്കത്തെ സാധനം, സ്നോ ക്രിസ്റ്റൽ കണക്ക്. ഓക്കെ, നമുക്കിനി അടുത്തത് എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കി പോവാം. ഓക്കെ, ഇത് നമ്മളിപ്പം നമ്മളെ കയ്യിലിരിക്കുന്ന നമ്മൾ പറക്കുന്ന അതേ ഡ്രാഗണിൻ്റെ ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഇങ്ങനെ പറന്നു പോയപ്പോഴത്തേക്കാണ് ആ റൈറ്റ് സൈഡിൽ ഒരു വെറൈറ്റി നമ്മൾ ഇതുവരെയ്ക്കും മൈൻക്രാഫ്റ്റിൽ കാണാത്ത കണക്കുള്ള ഒരു മരം കണ്ടത്, ഒരു കസ്റ്റം മെയ്ഡ് ട്രീ. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ നോക്കിയപ്പോഴാണ് ഒരു വെറൈറ്റി അടുത്ത ടൈപ്പ് ഇരിക്കുന്നുണ്ട്. അടുത്ത ടൈപ്പ് ഡ്രാഗൺ. അതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം കുറച്ചുകൂടി ഒരു ബേഡ്സുമായിട്ട് ബന്ധപ്പെട്ടും മരത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊരു ബേഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കണക്കുള്ളൊരു സൗണ്ടാണ്. ഒരു തത്തയുടെ ഒക്കെ പോലത്തെ സൗണ്ടാണ് വരുന്നത്. മാത്രമല്ല എൻ്റെ കളർ പാറ്റേൺസും എല്ലാം നല്ല രസമാണ്.
ഓക്കെ, അപ്പോൾ അതിന് ആപ്പിളാണ് ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, കുറച്ചുകൂടി നോക്കിയാൽ ഒരു ഓന്തും ബാക്കി ഒരു കിളി അങ്ങനെയുള്ള ഒരു രീതിക്കുള്ളതാണ്. അടുത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോഴാണ് നമുക്ക് 2 സെറ്റ് നെസ്റ്റുകൾ കണ്ടത്. ഒന്ന് ഇവിടെ ഈ എയറിൽ നിൽക്കുന്നു, ഒരെണ്ണം അവിടെ താഴെയുള്ളത് കുറച്ചുകൂടി ഹൊറിഫൈങ് ആയിട്ടുള്ളതാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ മുകളിലുള്ളത് നോക്കാം. ഇതാണ് ഇവിടുത്തെ മുട്ടകൾ വരുന്നത്. ഇതിൻ്റെ അഡൽസിനെ നോക്കുകയാണെങ്കിലും കുറച്ചും കൂടി ഒരു ഏൻഷ്യൻറ്റ് ടൈപ്പ് ബേഡ്സിനെ കണക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വീറ്റ് സീഡാണ് കൊടുക്കേണ്ടത്. അപ്പം അത് വളർന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു പക്ഷിയുടെ പോലെ തന്നെ അതിൻ്റെ പിറകിലത്തെ ചിറകൊക്കെ വന്നിട്ടുള്ളത്. ഇതിനെ കുറച്ചുകൂടി ഇതിങ്ങനെ പറക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പക്ഷിയുടെ മുകളിൽ ഇരുന്ന് പറക്കുന്ന കണക്കത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. അതിൻ്റെ ബാക്കിലത്തെ വാലൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഡ്രാഗൺ ടൈപ്പിന് ടെയിലിനെയും കാട്ടി ഡിഫറെൻ്റാണ്. ഇത് കുറച്ചുകൂടി നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടിലുള്ള നെസ്റ്റ് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ലെജൻഡറി കണക്കുള്ള നമുക്ക് ഒരു ലുക്ക് നമുക്ക് തരുന്നുണ്ട്. എത്രത്തോളം ഒരു കിടിലൊരു ഫയർ ടൈപ്പ് ഡ്രാഗൺ എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മുട്ട വരുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് ബ്ലേസ് പൗഡറാണ് കൊടുക്കേണ്ടത് ടൈം ചെയ്യാൻ. എന്നിട്ട് ബ്ലേസ് പൗഡർ കൊടുത്ത് നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടി ഉണ്ട്, നല്ലൊരു വെറൈറ്റി ആണ്. കറക്റ്റ് ഒരു ഡ്രാഗൺ എന്നൊക്കെ പറയത്തക്ക രീതിക്ക് അതിൻ്റെ കളർഫുൾ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പോ. അടുത്തത് ഇതുപോലെ ഒരു ടെമ്പിൾ കണക്ക് നമ്മൾ എന്താ പറയുക, ഡെസേർട്ട് ടെമ്പിൾ കണക്കത്തെ ഒരു സ്ട്രക്ചറാണ്. ഇത് ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറപ്പുള്ളതാണ്. ഓക്കെ, ഡെസേർട്ട് ടെമ്പിൾ കണക്ക് സെയിം. ഇതിൻ്റെ ഒരു പേര് വരുന്നത് അതുപോലെ മമ്മി ഫൈഡ് അങ്ങനെ എന്തോ പറയുന്ന പേര് വരുന്നത്. ഇതിനെ കാണാനും അതുപോലെ തന്നെയാണ്. മറ്റേ മമ്മീസിൻ്റെ കണക്ക് പുറമെ തുണി ചുറ്റിയത് പോലെ ഇരിക്കും. അപ്പോൾ ഇതിന് കൊടുക്കേണ്ടത് റോട്ടൺ ഫ്ലഷ് ആണ്. ഓക്കെ, ആ ഒരു മമ്മീസിൻ്റെയൊക്കെ പുറത്ത് കണ്ട അതേപോലെ തുണി ചുറ്റി കണക്കത്തെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. അതിനിടയ്ക്ക് ഒരു പച്ച ഒരു കളർ. ഇതിൻ്റെ അറ്റാക്ക് വരുമ്പോഴത്തേക്ക് കൽക്കരി തീവണ്ടിയാണെന്ന് വിചാരിച്ചു പോവും. അതുപോലത്തെ ഒരു ഇതാണ്, ഒരു കറുത്ത പുകയൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഒരു 8 ടൈപ്പ് ഡ്രാഗൺസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ ടൈപ്പ് ഡ്രാഗൺസിനെ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഇതുവരെ കിട്ടാതിരുന്ന ഒരു ഡ്രാഗണാണ് ഇത്. ഇതിന് നമുക്ക് മാഗ്മ ബ്ലോക്കാണ് ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഉണ്ടോ കുറച്ചുകൂടി വളരെ മികച്ച ഒരു ഇതാണ്, ഒരു ഡ്രാഗണായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്ര വളരെ ഒരു ഹൊറിഫിക് ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. ഓക്കെ, ഇതിന് കുറച്ച് ഇതിൻ്റെ അറ്റാക്ക് തന്നെ കുറച്ചൊരു ഫയർ ബോൾ കണക്ക് ഉള്ളൊരു അറ്റാക്കാണ്. നമ്മൾ ഈ കൊമിക്കിലൊക്കെ കണ്ടതുപോലെയുള്ള ഫയർ ബോൾ കണക്കത്തെ അറ്റാക്കാണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ആഡോണിൻ്റെ കൂടെ ഈ ഡ്രാഗൺസിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഷെയർ വെച്ചിട്ട് അതിൻ്റെ ലൂസ് സ്കെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ ഡ്രാഗൺസിനും നമുക്ക് ഇതേപോലെ സ്കെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്കെയിൽസ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി പല ടൈപ്പിലുള്ള ബ്ലോഗ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബ്ലോഗ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നമ്മൾ ഓരോ ബ്ലോക്സ് നമ്മൾ മൈൻക്രാഫ്റ്റിൽ നോർമലി ഉള്ള ബ്ലോക്സിനെ പോലെ തന്നെ ടെറാക്കോട്ടയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ബ്ലോക്കുകൾ എൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് അപ്പോൾ മാത്രമല്ല ഇതുപോലുള്ള സ്കെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ടൈപ്പ് ആർമർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഓരോ ആർമറിന് അതിൻ്റേതായിട്ടുള്ള എബിലിറ്റീസും ഉണ്ട്. ഈ ബ്ലോക്സൊക്കെ നമുക്ക് ഇതേപോലെ കിടിലം ഡെക്കറേഷനായിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. ഇതുപോലുള്ള ആർമറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ ആർമറിന് ഞാൻ നേരത്തെ പറഞ്ഞെടുക്കാൻ ഓരോ ആർമറിനും അതിൻ്റേതായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ ഈ ആർമർ ഇട്ടപ്പോഴത്തേക്ക് സൈഡിൽ നിങ്ങൾ കണ്ടു
ഒരു ഫയർ അസിസ്റ്റൻസിൻ്റെ കണക്കത്തുള്ളൊരു എബിലിറ്റി നമുക്ക് കിട്ടും. അടുത്ത് ഈ ഒരു ആർമർ. ഓക്കെ, അതുപോലെ തന്നെ പല ടൈപ്പ് വെപ്പൺസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള പല ലെജൻഡറി സോർഡ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ സോർഡ്സിനും പല എഫക്ട്സും ഉണ്ട്. മെയിൻലി അറ്റാക്കിംഗ് ടൈമിൽ ഇതുപോലെ ഈ ഫയർ സോഡൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ എൻചാൻറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടതില്ല. നമുക്ക് വേറെ ഫയർ എൻചാൻറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലത്തെ ആക്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഫയർ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു വില്ലേജിൻ്റെ കൂടെ നടക്കുന്ന ഇതിനെ നമുക്കിങ്ങനെ ക്രിയേറ്റീവ് വേൾഡിൽ മാത്രമേ തല്ലാൻ പറ്റൂ. സർവൈവൽ വേൾഡിൽ ചെന്നാൽ നമ്മൾ തിരിച്ചത് ഊതി വിടും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സോഡ് ഇതിനൊക്കെയുള്ളതെന്ന് വെച്ചാൽ അത് ഫയർ എഫക്റ്റ് ഒന്നുമില്ല, കുറച്ചുകൂടി ഹാർഡ്നെസ് കൂടുതലാണ്. ഈ ഒരു സോഡിന് അപ്പോഴത്തേക്ക് ഇതിന് സ്ലോനെസ് ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഒരു എഫക്റ്റ് കാണുന്ന അത് ആ ഒരു സോഡിനും അടുത്ത ഈ ഐസിൻ്റെ ഇതിനൊക്കെ സ്ലോനെസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത് അവർക്ക് സ്ലോനെസ് കിട്ടും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആഡ് ഓണിൻ്റെത്. ഫയർ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫ്രീ ആഡ് ഓൺ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബൈ.